കട്ടപ്പന നഗരത്തിലെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ. കാലാവസ്ഥാ വ്യതിയാനവും സാങ്കേതിക അനുമതി ലഭിക്കാനുള്ള കാലതാമസവുമാണ് തിരിച്ചടിയായത്. കൂടാതെ നഗരസഭയിൽ ആവശ്യത്തിന് ജീവനക്കാരുടെ അഭാവവും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതെല്ലാം പരിഹരിച്ച് ഉടൻ തന്നെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ നടപടിയായതായി വൈസ് ചെയർമാൻ KJ ബെന്നി പറഞ്ഞു. എല്ലാ സമരങ്ങളോടും ആ സമരത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളോട് തുറന്ന സമീപനമാണ് നഗരസഭയ്ക്ക് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ആരംഭിച്ചില്ല. കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും ടാറിംഗ് ജോലികൾക്ക് തടസ്സമാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ലഭിച്ച പ്രോജക്റ്റുകൾ ടെൻഡർ ഇടുന്നതിന് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു AE ഇല്ലായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പോഴും AE പെർമനൻ്റായി ലഭിച്ചിട്ടില്ല. ഏലപ്പാറയിലുള്ള AEക്ക് അഡീഷണൽ ചാർജ് കൊടുത്താണ് കട്ടപ്പന നഗരസഭ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും 3 ജീവനക്കാർക്ക് പ്രൊമോഷനിൽ സ്ഥലം മാറ്റം ആയിരിക്കുക. ഇപ്പോൾ പദ്ധതി അവസാനിക്കാൻ 3 മാസം ഉള്ളപ്പോൾ 3 ജീവനക്കാരോട് പോവുക. നിലവിൽ 2 ജീവനക്കാരെ പോയതിന് പകരം ആളുകളെ വെച്ചിട്ടില്ല. 5ഓളം ജീവനക്കാരുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നു. അത്തരം സാഹചര്യങ്ങളിലാണ് ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ DPC അംഗീകാരം 13/12 കിട്ടിയ പ്രോജക്റ്റുകളെല്ലാം ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ആശങ്കയും ആർക്കും, ജനങ്ങൾക്കോ അല്ലെങ്കിൽ വിവിധ സംഘടനകൾക്കോ വേണ്ട. സമയബന്ധിതമായി ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ എല്ലാ റോഡുകളുടെയും മുനിസിപ്പാലിറ്റിയുടെ അധീനതയിൽ വരുന്ന വിവിധ റോഡുകളുണ്ട്. ആ റോഡുകളുടെ മുഴുവൻ പണികൾ പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.